Hi guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിന്റെ A സീരീസ് ഒരു ലേറ്റസ്റ്റ് ഫോണും കൂടെ വന്നിരിക്കുകയാണ്. ഒരു ബഡ്ജറ്റ് ഫോണും കൂടിയാണ് ഇത്. ഇതിന് മുന്നേ ഒരു ബഡ്ജറ്റ് ഫോണിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, Huawei Y8s എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രൈസ് വ്യത്യാസമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഡിഫറൻറ്റുമായിട്ടാണ് സാംസങ്ങിന്റെ ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. സാംസങ് Galaxy A11 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഇതാണ് സാംസങ് Galaxy A11 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ബോക്സ്. നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് 2GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളൊരു ബ്ലൂ കളറാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിനൊരു പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 529 ദിറംസ് ആണ്. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10,000 to 12,000 രൂപയുടെ ഉള്ളിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ്. ഇത് പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന ഡേറ്റ് ജൂൺ 2nd വീക്കൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ കാണാം മുകളിലായിട്ട് ഒരു ചെറിയ ബോക്സ്. അതിലെന്താ വരുന്നത് നോക്കാം. ഇതിൽ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഇതിൽ പിന്നെ നമുക്ക് ബാക്ക് കവർ കിട്ടുന്നില്ല. പിന്നെ ഇത് കൂടാതെ ബോക്സിൽ വരുന്നത് Type C ചാർജിങ് കേബിളും പിന്നെ ഒരു 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നോർമൽ ഇയർഫോണാണ് വരുന്നത്. എല്ലാ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ കൂടെ വരുന്ന പോലെ തന്നെ ഒരു നോർമൽ ഇയർഫോണാണ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നുള്ളത് സിമ്മിൻ്റെ ട്രേ എജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളുമാണ് വരുന്നത്. ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് സാംസങ് Galaxy A11 എന്ന് പറയുന്ന മോഡൽ. ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു TFT ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 1560x720 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ 19:5 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഇനി 268 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും. ഇതിൻ്റെ ഡിസ്പ്ലേ കാണുന്ന സമയത്ത് ഒരു AMOLED ഡിസ്പ്ലേൻ്റെ ഒക്കെ അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. കൂടാതെ നമ്മളൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസലൊക്കെ വളരെ കുറവാണ്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു A31 എന്ന് പറയുന്ന മോഡലിൻ്റെ. അതിലൊക്കെ നമുക്ക് താഴ്ഭാഗത്ത് കുറച്ചധികം ബെസൽ കാണാമായിരുന്നു. എന്നാൽ ഇതിലൊക്കെ അതിലും കുറഞ്ഞിട്ടാണ് ബെസൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 10.0യും 1UI 2.0 ആണുള്ളത്. അതുപോലെ തന്നെ ചിപ്സെറ്റ് വരുന്നത് 1.8 GHz ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൻ്റെ 450 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് വരുന്നത്. ഇനി ഇതിന് GPU നോക്കുകയാണെങ്കിൽ Adrenoൻ്റെ 506 എന്ന് പറയുന്ന ഒരു GPU ആണ് വരുന്നത്. ഇനി ഇത് രണ്ട് വേരിയന്റിലായിട്ടാണ് അവൈലബിൾ ആവുന്നത്. 3GB and 32GB പിന്നെ നമ്മുടെ കയ്യിലുള്ള 2GB and 32GB വരുന്നത്. ഇതിൽ പിന്നെ എല്ലാ സാംസങ്ങിൻ്റെ ഫോണിലും വരുന്നപ്പോൾ തന്നെ നമുക്ക് മെമ്മറി കാർഡ് എക്സ്പെൻഡ് ചെയ്യാനും സാധിക്കും. 512GB വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം മെമ്മറിൻ്റെ കപ്പാസിറ്റി. ഈ 32GB ഇന്റേണൽ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 21GB ആണ്. ബാക്കിയുള്ളതെല്ലാം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇനി ഇതിനൊരു ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷോട് കൂടെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ മോഡലുകളായ A71ഉം A51ഉം A31 വരുന്ന അതേ ഒരു ഡിസൈൻ അല്ല ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് നല്ല ഡയമണ്ട് ലുക്കൊക്കെയാണ് ആ ഫോണിന് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ഫോണിന് നമുക്ക് അത്രയൊരു ഫിനിഷ് ഒന്നും കിട്ടുന്നില്ല. എന്നാലും ഒരൊറ്റ നോട്ടത്തിലൊക്കെ നമുക്ക് നല്ലൊരു ഭംഗിയൊക്കെ തോന്നിക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിൽ 3 ക്യാമറ ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്യാമറ വരുന്നത് നമുക്ക് അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ ആണ് വരുന്നത്. 5 മെഗാപിക്സലിൽ ഒരു f2.2 അപ്പേച്ചർ വാല്യുള്ള ഒരു ക്യാമറ ആണ്. പിന്നെ രണ്ടാമത്തെ ക്യാമറ ആണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. 13 മെഗാപിക്സലിൽ ഒരു f1.8 അപ്പേച്ചർ വാല്യുള്ളൊരു ക്യാമറ. പിന്നെ ലാസ്റ്റ് ക്യാമറ വരുന്നത് ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ ആണ്. 2 മെഗാപിക്സലിൽ ഒരു f2.4 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു ക്യാമറയാണ് ഉള്ളത്. ക്യാമറ ഓപ്പൺ ചെയ്താൽ താഴെയായിട്ട് കാണാം പനോരമ, പ്രോ മോഡ്, അതുപോലെ തന്നെ ലൈവ് ഫോക്കസ്, ഫോട്ടോ, വീഡിയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈവ് ഫോക്കസിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാനൊക്കെ സാധിക്കും. ഇതിൽ പിന്നെ നമുക്ക് വൈഡ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള Huawei Y8s എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് വൈഡോ എൻ്റെ ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. ഇതിൽ പിന്നെ നമുക്ക് ആ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി റിയർ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 1080 30 ഫ്രെയിം/സെക്കൻഡ് വരെ ഉള്ളതാണ്. ഇനി ഫോട്ടോയിലായാലും വീഡിയോയിലായാലും നമുക്ക് 8x വരെ സൂം ചെയ്തിട്ട് എടുക്കാം. ഇതിൽ പിന്നെ നൈറ്റ് മോഡ് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്ലോ മോഷൻ ഒന്നും വരുന്നില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഒഴിവാക്കിയത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം 8x വരെ സൂം ചെയ്ത ഫോട്ടോസും നോർമൽ ഫോട്ടോസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നൈറ്റിലെടുത്ത ഫോട്ടോസാണിത്. നൈറ്റ് മോഡ് ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ 1080 30 ഫ്രെയിം/സെക്കൻഡിൽ എടുത്താണ്. അതുപോലെ തന്നെ 8x വരെ സൂം ചെയ്തതാണ് ഈ കാണുന്നത്. വീഡിയോക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ഫോട്ടോസിനും കിട്ടുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ആകുമ്പോഴാണ് കുറച്ച് ഫോട്ടോസിന് ചെറിയ പ്രോബ്ലം വരുന്നത്. ഇത് കൂടാതെ ബാക്ക് സൈഡിൽ റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും പിന്നെ ഇതിൽ ഫേസ് ലോക്കുമാണ് 2 സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പെട്ടെന്ന് തന്നെ സെൻസായി വരുന്നുണ്ട് ഫിംഗർ വെക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ തന്നെ ഫേസ് വെക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ സെൻസ് ആവുന്നുണ്ട്. രണ്ടും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു f2.0 അപ്പേച്ചർ വാല്യുള്ള ഒരു വൈഡ് ക്യാമറ ആണ് വരുന്നത്. ഇതിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു വൈറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്ന പോലെ തോന്നിക്കുന്നുണ്ട്. ഈ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ തന്നെയാണ്. ഇതിൽ പിന്നെ നൈറ്റ് മോഡ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്ര നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതിൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 4000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ GPS കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടുന്നുണ്ട്. ഈ ഡോൾബി അറ്റ്മോസ് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് ഇയർഫോൺ കുത്തിയാൽ മാത്രമാണ്. പിന്നെ ഇത് കൂടാതെ USB OTG സപ്പോർട്ടാണ്. ഇതിൽ പിന്നെ വോൾട്ടി സപ്പോർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ NFC ഇതിൽ സപ്പോർട്ടല്ല. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. എല്ലാ സാംസങ്ങിൻ്റെ ഫോണിലുള്ള പോലെ തന്നെ ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ ആൻഡ് വോളിയോ ബട്ടണും കൊടുത്തത്. ഇനി താഴെ ഭാഗത്തായിട്ട് ഒരു സിംഗിൾ സ്പീക്കറും തൊട്ടടുത്ത് തന്നെ ഒരു Type C ചാർജിങ് പോർട്ടും പിന്നെ ഒരു മൈക്കുമാണ് വരുന്നത്. ഇനി മുകളിലായിട്ടാണ് ഇയർഫോൺ കണക്ട് ചെയ്യാനുള്ള ജാക്കും വരുന്നത്. ഇനി ഇതിൽ ഇത്ര സൗണ്ട് ഉണ്ടെന്ന് ഈ വീഡിയോയിൽ കൂടി കേൾക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സൗണ്ടിനൊക്കെ. ഇനി ഇത് 4 കളറിലായിട്ടാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ബ്ലൂ കളർ. എന്തൊക്കെ ഫീച്ചേഴ്സാണോ ഒരു ഫോണിന് വേണ്ടത് അതൊക്കെ ഇതിൽ നൽകിയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. വേറൊരു ബ്രാൻഡിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത്രയും ലോ പ്രൈസിൽ നമുക്ക് നല്ല എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫോൺ വരുന്നില്ല എന്ന്. പിന്നെ ഈ ഒരു പ്രൈസിൽ ഇതിനൊരു കുറവായിട്ട് പറയാനും ഒന്നും തന്നെ വരുന്നില്ല, കാരണം എല്ലാം അടങ്ങിയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാംസങ് ഗാലക്സി A11 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കൂടി വന്ന് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഒന്നും കൂടി ആക്കി വെക്കുക, കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈലിലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൾ ഒന്നും കൂടി ആക്കി വെക്കുക. പിന്നെ എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.